CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വിജയിപ്പിക്കാൻ 90-ാം വയസ്സിലും മുതിർന്ന നേതാവ് PK ഗുരുദാസൻ സജീവമായിട്ട് ഓടി നടക്കുകയാണ്. സന്ദർശകനായിട്ടല്ല ഇത്തവണ, സംഘാടകനായിട്ടാണ് താനുള്ളതെന്നാണ് PK ഗുരുദാസൻ 24-ഓട് പറഞ്ഞത്. 3 പതിറ്റാണ്ട് മുൻപ് 1995-ൽ കൊല്ലത്ത് നടന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ജനറൽ കൺവീനറായിരുന്നു PK ഗുരുദാസൻ. EMS സമ്മേളന പതാക ഉയർത്തിയതുൾപ്പെടെ ആ സമ്മേളനകാലം PK ഗുരുദാസന്റെ ഓർമ്മകളിൽ നിറയുന്നു. 95-ലെ സമ്മേളനത്തിന്റെ ഓർമ്മകളെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിൽ തന്നെ ഉണ്ട് എപ്പോഴും. പിന്നെ ആശ്രമ മൈതാനത്ത് നിന്ന് പ്രകടനം ആരംഭിച്ച് കൊല്ലം ടൗൺ ചുറ്റി ചിന്നക്കട വഴി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ആയിരുന്നു പൊതുസമ്മേളനം. സ്റ്റേഡിയം ഗ്രൗണ്ടിലൊരു പ്രത്യേക പ്ലാറ്റ്ഫോം നിർമ്മിച്ച് അവിടെയായിരുന്നു പിന്നെ നേതാക്കന്മാരെല്ലാം ഇരുന്നത്. 1995 ഫെബ്രുവരി 25 മുതൽ 28 വരെയായിരുന്നു സമ്മേളനം. ആശ്രാമ മൈതാനത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ കശുവണ്ടി തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ 1,00,000-ലധികം പേർ അണിചേർന്നു. പൊതുതെരഞ്ഞെടുപ്പിന് മുൻപുള്ള സമ്മേളനത്തിൽ ഏറെ രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ടായി. 95-ലെടുത്ത തീരുമാനങ്ങളെല്ലാം 96-ലെ വളരെയധികം ഗുണം ചെയ്തു. 96-ലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മാത്രമല്ല, പാർട്ടിയുടെ വളർച്ചയ്ക്ക് സഹായകരമായി. സമ്മേളനത്തിൽ ചെറുപ്പക്കാരുടെ വലിയ പങ്കാളിത്തമുണ്ടായി. N. ശ്രീധരന്റെ മരണശേഷമുള്ള ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പങ്കുചേർന്നു. സമ്മേളനം ഗംഭീര സമ്മേളനമായിരുന്നു. സുർജിത്ത്, EMS, BS, വയനാട്, ബാലാനന്ദൻ, പ്രകാശ് കാരാട്ട്, ചെറുപ്പമാണ്, സീതാറാം യെച്ചൂരി, ഇവരെല്ലാം പങ്കെടുത്ത ഒരു മഹാസമ്മേളനമാണ്. സംഘാടകന്റെ റോളിൽ നിന്ന് മാറുമ്പോൾ എന്ത് തോന്നുന്നുവെന്ന ചോദ്യത്തിന് PK ഗുരുദാസന്റെ മറുപടി ഇങ്ങനെ: സന്ദർശക റോളിലേക്ക് പോയിട്ടില്ലേ, സംഘാടക റോളിൽ തന്നെയാണ്. ഞാനുമായിട്ട് നമ്മുടെ സഹക്കൾ ആലോചിക്കും, എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിക്കും. അത് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയും, അവരത് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് നടപ്പിലാക്കും. 1995-ൽ CPIM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയായിരുന്നു PK ഗുരുദാസൻ. R. അരുൺരാജ്, 24, കൊല്ലം.